ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതെടുത്തിട്ട് മക്കൾ ഒത്തിരി വാവ എടുത്തോ എടുത്തോ. അപ്പോൾ കുറച്ച് നാളായി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ട്. അപ്പം ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ വരാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഡ്രസ്സൊക്കെ എടുത്തോ? സ്ഥലം വരെ പോകണം, ഒരു പുറത്തോട്ടൊരു കാര്യമായിട്ട് ആവശ്യമായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ കുറച്ച് നേരമായി കേട്ടോ എണീറ്റ്. കുഞ്ഞൂന് കാല് വേനെടുക്കണമെന്നും പറഞ്ഞ് അവനെ കുറച്ച് നേരം തടവിയൊക്കെ ഇരുന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കാല് വേദനയെന്നും പറഞ്ഞ് കുറേ നേരം കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. ഞാനൊരു 6:30 ആയപ്പോൾ എണീറ്റ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും എണീറ്റ് വന്നു, പെട്ടെന്ന് എണീറ്റു. അങ്ങനെ കാലൊക്കെ തടവി. കാല് വേദന കുറവുണ്ടോ പൊന്നെ? ഉണ്ടാ? എന്ത് പറ്റി കാലിന്? എനിക്ക് തോന്നുന്നു ഇന്നലെ ഒത്തിരി നേരം ബെഡിൽ കിടന്ന് ചാടിയായിരുന്നു കേട്ടോ. ചാടിയപ്പോഴേ പറഞ്ഞ് ചാടരുത്. പിന്നെ കരണം മറിയും, തലകുത്തി മറിയും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എന്തോ കാലിനൊരു ഉടക്ക് പറ്റിയതാണെന്നാണ് തോന്നുന്നത്. അപ്പം നല്ല വേദനയുണ്ടെന്നും പറഞ്ഞ് രാവിലെ കുറേ നേരം ഞാൻ തടവിക്കൊണ്ടിരുന്നു. പിന്നെ ചെറിയ ചൂടുണ്ട്, നല്ല തുമ്മലും ഉണ്ട് കേട്ടോ. വീണ്ടും പനി വരാനുള്ള ഇതാണെന്നാണ് തോന്നുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണല്ലേ, എപ്പോഴും പനി. എനിക്കൊന്ന് വീണ്ടും അവന് വയ്യാതാവുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി വയ്യേ? ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ, ഹായ് പറ. പൊന്നി, ഇവിടെ ചുണ്ടൊരു കുട്ടി, ഇവിടെ സുണ്ടൊരു പൊന്നി. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ആയി ഞാൻ എന്നും ചെയ്യാറുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. രാത്രി ക്ലീൻ ചെയ്യും, ചില സമയത്ത് വീണ്ടും അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും തുണികളും ഒക്കെ ഇരിക്കും കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. അതാണ് ഞാൻ ഒരു ദിവസം 2-3 തവണയെങ്കിലും ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം കുഞ്ഞുങ്ങളിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെയൊക്കെ അത്രയ്ക്കും ചപ്പാത്തി പരിവാക്കും എന്ന് പറയുന്ന പോലെയാണ്, അങ്ങനെ ആക്കിയിട്ടുണ്ടാകും. അപ്പം തലേദിവസം ക്ലീൻ ചെയ്യും, ചിലപ്പോൾ രാവിലെയും കൂടി ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ വെക്കും കേട്ടോ. പിന്നെ നേരെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നേ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, എനിക്ക് കഴുകാൻ പറ്റിയില്ല. ഞാൻ അപ്പം വെള്ളം ഒഴിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കുതിർന്നിരിക്കുമല്ലോ. എന്നിട്ട് രാവിലെ തന്നെ അതങ്ങ് കഴുകിയെടുത്തു കേട്ടോ. ഫുഡ് കഴിച്ച പാത്രം മാത്രമേ ഉള്ളൂ, നമ്മൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് പെട്ടെന്ന് കഴുകി. ഇന്ന് നമ്മൾ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത് കടലക്കറിയും ദോശയാണ് ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ച് കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. എന്നിട്ട് നമ്മൾ കടലക്കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഞാനീ പറഞ്ഞതുപോലെ മോനൂട്ടന് വീണ്ടും നല്ല തുമ്മലുണ്ട്. പിന്നെ രാത്രി കിടക്കുമ്പം അവന് ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിക്സൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത് ഡ്രോപ്സൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഇനി നാളെയോ മറ്റന്നാളെയോ കൊണ്ട് കാണിക്കാൻ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് നമ്മളെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് സങ്കടം തോന്നും, ഉറങ്ങാനും പറ്റൂല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇവന് മിക്കവാറും വയ്യാതിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖമായിരിക്കും കേട്ടോ. അതെല്ലാതെ വീട്ടിലും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ നമ്മളുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് അടിച്ച് അസുഖം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കടല നന്നായിട്ട് കഴുകി അത് കടല വെക്കുകയാണ് കേട്ടോ. കടല വേഗം കുറച്ച് അധികം സമയം എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഫിസിൽ കേൾപ്പിക്കുമ്പം നല്ല വെന്ത് കിട്ടും, ഇല്ലെങ്കിൽ പാടല്ലേ. പിന്നെ ഞാൻ ഈ ചോപ്പർ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ആദ്യം വാങ്ങിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറയണത്. ഇപ്പോൾ അത് പെട്ടെന്നത് കറുത്തു കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഇങ്ങനത്തെ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇതെന്ന് പറയണത് പെട്ടെന്ന് കറുത്തു. എനിക്ക് ഭയങ്കര സങ്കടം. ചില ആൾക്കാരുടെ വീട്ടിൽ നന്നായിട്ടിരിക്കില്ലേ, അതിനി എനിക്കറിയില്ല. അത് 2 എണ്ണം അവർക്കുണ്ടായിരിക്കുമോ എന്തോന്നറിയില്ല കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് തുടങ്ങി, കഴുകും, ഞാൻ ചിലപ്പോൾ വെയിലത്ത് വെക്കും, ചില സമയത്ത് തണലത്ത് തന്നെ വെച്ച് ഉണക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിയില്ല, അത് പെട്ടെന്ന് കറുത്തുപോയി. അങ്ങനെ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ. പിന്നെ തടിയല്ലേ, അതുകൊണ്ട് പിന്നെ കഴുകി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കും. പക്ഷെ കാണുന്നവർ വിചാരിക്കും അയ്യോ വൃത്തിയില്ലാത്തതുപോലെ. അതല്ല കേട്ടോ, ഇത് കറുത്ത് പോയതാണ്. ശേഷം നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കുകയാണ്. നിങ്ങളിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ വേറെ രീതിയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി ഇതാണ് കേട്ടോ.
പിന്നെ നമ്മൾ എളുപ്പത്തിൽ കടലക്കറി ഉണ്ടാക്കാം. അതായത് നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം നമ്മൾ കുക്കറിൽ തന്നെ ഇടും. കുക്കറിൽ തന്നെ ഇട്ടിട്ട് കടലയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വിസിൽ ചെയ്യിപ്പിക്കും. നന്നായിട്ട് വിസിൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് കടല കുറച്ച് വേണമെങ്കിൽ കടല വേണമെങ്കിൽ കുറച്ച് അരച്ച് ചേർക്കാം. പിന്നെ തേങ്ങ അരച്ച് ചേർക്കാം. എന്നിട്ട് കടുവറുത്തെടുക്കാം കേട്ടോ. അതും ഒരു ടേസ്റ്റാണ് കേട്ടോ, വെറൈറ്റി ടേസ്റ്റാണ്, അതും കൊള്ളാം. പക്ഷേ എനിക്ക് ഈ ഒതൻറ്റിക് സ്റ്റൈലിൽ വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇന്നത് അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിനുള്ള പരിപാടികളാണ്. ഈ സമയം ഫുള്ളും ഞാൻ മോനുവിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നാണ് കുക്ക് ചെയ്യണത് കേട്ടോ. അവൻ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചാണ് ഇരിക്കുന്നത്. അവൻ ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഒരു ഗ്ലാസ് പാലൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് തണുപ്പിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരിക്കും, എനിക്ക് കുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. നന്ദുക്കുട്ടിയും ഹസ്ബൻഡും ഇവിടെ ഇല്ല കേട്ടോ. അവർ രണ്ടുപേരും ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ, ഒരാവശ്യമായിട്ട് പോയാണേ. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ അവർ നേരത്തെ രാവിലെ തന്നെ പോയി. നമ്മൾ പിന്നെ വാവയൊക്കെ എണീറ്റ് വാവയ്ക്കൊന്നും അത് വയ്യ, അതുകൊണ്ട് നമ്മൾ പോയില്ല. ഇല്ലെങ്കിൽ നമ്മൾ 4 പേരും കൂടി പോകും കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇന്ന് ഫുഡ് അവിടെ, ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ്. അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് 2 പേർക്കും മതി. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കുന്നത് വെച്ചാൽ രാത്രിത്തേക്കും കൂടി നമുക്ക് എടുക്കാമല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പം കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ നമ്മളും കൂടി പോയേനെ. ഇപ്പം മോനിന് വയ്യാത്തത് കൊണ്ട് നമ്മൾ പോയില്ല, അവർ രണ്ടുപേരും പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് വന്നിട്ട് നല്ല ചൂടുണ്ട്, നല്ല തുമ്മലുണ്ട്, ആൾക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അമ്മ എടുക്കണം എന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്തിട്ട് കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് നേരം കാണും. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, സാധാ കടലക്കറി ഉണ്ടാക്കണ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കടല കുറച്ച് നന്നായിട്ട് കുക്കറിലല്ല മിക്സിയിൽ തണുത്തതിന് ശേഷം അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും, നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ കറി കൂട്ടാത്ത കുട്ടികൾക്ക് ഈ കടലയുടെ ഈ ചാറിൽ കടല കാണുമല്ലോ, അതും ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇതും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് റെഡിയാക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കടുവറുത്ത് ഇടാം കേട്ടോ. ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല, കാരണം ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. അവന് വയ്യാത്തതുകൊണ്ട് ഇടയ്ക്ക് എടുത്ത് അവൻ്റെ കൂടെയൊക്കെ ഇരുന്നത് കൊണ്ട് എനിക്ക് സമയം കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ കറിവേപ്പിലയിൽ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, കറിവേപ്പിലയുടെ ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ ഓയിലിൽ ഈ കടുക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടുമ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ അമ്മ പറഞ്ഞാൽ അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ മണവും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കറിവേപ്പില ഇല്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തില്ല. പിന്നെ നമ്മൾ ദോശ ചൂടോടെ ചുട്ടെടുത്തു, ദോശയും കടലക്കറിയാണ്. അങ്ങനെ ഞാൻ പിന്നെ ദോശയും കടലക്കറിയും മോനുവിന് കൊടുത്തു. അവൻ ഒരുവിധം കഴിച്ചു കേട്ടോ. ഒരു ദോശ ഞാൻ കഴിപ്പിച്ചു. കുറച്ച് നേരം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം നടക്കും, പിന്നെ കുറച്ച് നേരം നമ്മൾ ടി വിയുടെ മുന്നിലിരിക്കും. അങ്ങനെ മാറി മാറി ഇരുന്നാണ് ഒരു ദോശ കഴിക്കുന്നത്. അത് തന്നെ കുറേ സമയം എടുക്കും കേട്ടോ, 1 മണിക്കൂറോളമൊക്കെ എടുക്കും. പതുക്കെ ചവയ്ക്കുള്ളൂ, നമ്മളെപ്പോലെ സ്പീഡ് കഴിക്കില്ല. പിന്നെ ഇത്രയും ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ പാത്രങ്ങളുണ്ട്. എനിക്ക് എത്രത്തോളം പാത്രങ്ങൾ ഇങ്ങനെ വരണമെന്ന് എനിക്കറിയില്ല കേട്ടോ, കുറേ പാത്രം ഉണ്ട്. പിന്നെ അത് ഫുള്ള് ഞാൻ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ എനിക്ക് പിന്നെയും എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. പാത്രങ്ങൾ കുറേ കിടക്കും, ഒരു മെസ്സായിട്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ഈ കുർത്ത നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുർത്തയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാനിത് മീഡിയം സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ ഡ്രസ്സും മീഡിയമാണ് വാങ്ങിക്കുന്നത്. ഇത് മീഡിയമാണ്, ഇതെനിക്ക് കറക്റ്റായിരുന്നു. പൊതുവേ ഞാൻ വാങ്ങിക്കാറുള്ളത് മീഡിയം സൈസാണ് എല്ലാ ഡ്രസ്സും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കുറച്ച് എനിക്ക് ഇതുപോലെ തോന്നി. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കും കറക്റ്റാണെന്ന്. കുറച്ച് ലൂസുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ആഫ്റ്റർ വാഷ് കഴിയുമ്പോഴേ നമ്മൾ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് മോനുവിനെ അടുത്ത് വന്നപ്പോൾ ഒന്ന് തൊട്ട് നോക്കുകയാണ് പനിയുണ്ടോ എന്ന്. അപ്പോൾ അവന് ചെറിയ ചൂടുണ്ട്, അതിൻ്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വീനെക്കാണ്, നമ്മുടെ 3/4 സ്ലീവാണ് വരുന്നത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുകയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.